നമസ്തേ, ജ്യോതിർമയത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് മധ്യസ്ഥായി വരിശകൾ എന്ന് പറയുമ്പോൾ സരിഗമ പ ഗമ പ പ ഗമ പദ നിധ പമ ഗമ പ ഗമ ഗരി സ എന്ന് തുടങ്ങി 5 വരിശകളാണല്ലോ ഉള്ളത്. ഈ 5 വരിശകൾ നമുക്ക് 5 വ്യത്യസ്ത സമ്പൂർണ്ണ രാഗങ്ങളിലായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. മായമളവുകളുടെ രാഗത്തിലാണ് നമ്മൾ മധ്യസ്ഥായി വരിശ പഠിച്ചിട്ടുള്ളത്. സോ ആദ്യത്തെ വരിശ നമുക്ക് മായമളവുകളുടെ രാഗത്തിൽ തന്നെ പാടാം. സരി ഗമ പ ഗമ പ പ ഗമ പദ നിധ പമ ഗമ പ ഗമ ഗരി സ സാ നിധ നിധ പ ധ പമ പ പ ഗമ പദ നിധ പമ ഗമ പ ഗമ ഗരി സ. ഇവിടെ എന്ത് ചേഞ്ചാണ് ഞാൻ വരുത്തിയത്? ഒരേ ഒരു നോട്ട് മാത്രം ചേഞ്ച് ചെയ്തു. ശുദ്ധ മധ്യമം മാറ്റി അവിടെ പ്രതിമധ്യമം ആഡ് ചെയ്തു. അപ്പോൾ നമുക്ക് പന്തുവരാളി എന്ന രാഗം ലഭിക്കും. സാ സാ നീ ധ നീ നീ ധ പ ധ ധ പ മ പ പ ഗ മ പ ധ നീ ധ പ മ ഗ മ പ ഗ മ ഗ രി സ. മായമളവുകളിൽ നിന്ന് 2 സ്വരങ്ങൾ ഞാൻ ചേഞ്ച് ചെയ്തു. ഋഷഭം, ധൈവതം. ശുദ്ധ ഋഷഭവും ശുദ്ധ ധൈവതവും മാറ്റി അവിടെ ചതുർശ്രുതി ഋഷഭവും ചതുർശ്രുതി ധൈവതവും ചേർത്തപ്പോൾ ധീരശങ്കരാഭരണ രാഗം നമുക്ക് ലഭിക്കും. സരി ഗരി ഗ ഗ മ പ മ പ ധ പ ധ മ പ ധ പ ധ നി ധ പ മ പ ധ പ മ ഗ രി സ. മേജകല്യാണി. ഇവിടെ നമ്മൾ 3 നോട്ട്സ് ചേഞ്ച് ചെയ്തു. ശുദ്ധ ഋഷഭം, ശുദ്ധ മധ്യമം, ശുദ്ധ ധൈവതം 3 മാറ്റിയിട്ട് ചതുർശ്രുതി ഋഷഭം, പ്രതിമധ്യമം, ചതുർശ്രുതി ധൈവതം. മേജകല്യാണിയിൽ എല്ലാ സ്വരങ്ങളും വലിയതാണ്. 5th one സരി ഗ മ പ പ ധ ധ പ മ മ പ ധ നി സ സ നി ധ പ സ നി ധ പ മ ഗ രി സ. ഇവിടെ നമ്മൾ 4 നോട്ട്സ് ചേഞ്ച് ചെയ്തു. ശുദ്ധ ഋഷഭം മാറി ചതുർശ്രുതി ഋഷഭം വന്നു. അന്തരഗാന്ധാരം മാറി സാധാരണ ഗാന്ധാരം വന്നു. സരി ഗ. ശുദ്ധ മധ്യമം മാറി പ്രതിമധ്യമം വന്നു. കാകളി നിഷാദം മാറി കൈശിക നിഷാദം വന്നു. ഇതെല്ലാം നമുക്ക് ഒറ്റയടിക്കൊന്ന് പാടി നോക്കിയാലോ. സരി ഗമ പ ഗമ പ പ ഗമ പദ നിധ പമ ഗമ പ ഗമ ഗരി സ സാ നിധ നിധ പ ധ പമ പ പ ഗമ പദ നിധ പമ ഗമ പ ഗമ ഗരി സ സാ സാ നി ധ നീ നീ ധ പ ധ ധ പ മ പ പ ഗ മ പ ധ നി ധ പ മ ഗ മ പ ഗ മ ഗ രി സ. സരി ഗ രി ഗ ഗ മ പ മ പ ധ പ ധ മ പ ധ പ ധ നി ധ പ മ പ ധ പ മ ഗ രി സ. സരി ഗ മ പ പ ധ ധ പ മ മ പ ധ നി സ സ നി ധ പ സ നി ധ പ മ ഗ രി സ.